ഓ പോയി. എന്നാലും അച്ഛനാ വന്ദനയുടെ ചെകിട്ടത്തൊന്ന് കൊടുത്തത് കാര്യമായി. അവക്കത് അത്യാവശ്യമായിരുന്നു. ഇൻകം ടാക്സ് റെയ്ഡ് പോലും ഇത് അച്ഛനെ കൊടുക്കാനുള്ള പരിപാടിയാ. ഏതായാലും വിദ്യയിടത്തിൽ കണ്ടത് കാര്യമായി. അല്ലെങ്കിൽ വന്ദന എന്തെങ്കിലും കുരുക്കുണ്ടാക്കിയാന്. മൂത്ത മകനെ കൊണ്ടൊരു ഗുണമില്ലെങ്കിലും മരുമകളെ കൊണ്ട് ഇങ്ങനൊരു ഗുണമുണ്ടായി. സന്തോഷം. എനിക്ക് തോന്നുന്നത് അന്നത്തെ പോലെ ഈ ഫയലെല്ലാം എടുത്ത് കത്തിക്കാനായിരുന്നു അവളുടെ പ്ലാൻ എന്നാ. എങ്കിൽ അവളുടെ മരണമാ മരണം. വാ. എന്തായാലും അച്ഛൻ ആ സമയത്തെത്തി അവൾ അടിച്ചിറക്കിയത് കാര്യമായി. ഇനി വൈകാതെ ആ മുറിയിൽ ഒരു ക്യാമറ വെക്കണം. വിവരക്കേട് പറയാതെ നീ പോത്തെ. എന്നിട്ട് വേണം ഞാൻ ചെയ്തു കൂട്ടുന്ന വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയ വഴി നാട്ടുകാരറിയാൻ. ഒന്നാമത് ഇലക്ഷനിങ് അടുത്തു. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്റെ മൂത്ത മോൻ ജിതേന്ദ്രന്റെ മണ്ട കൊട്ടത്തേങ്ങ പോലെ ആയത് നിന്റെ ഒറ്റ ഒരുത്തിയുടെ സഹവാസം കൊണ്ടാ. കഴുത. എന്റെ രഹസ്യങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്നിടത്ത് ക്യാമറ ഘടിപ്പിക്കണം അല്ലേടി? കരുണാകരക്കുറുപ്പിന് ഇൻകം ടാക്സ് റെയ്ഡ് വരുന്നു എന്ന് പോലും. അല്ല, എവിടെ എന്റെ ഡയറക്ടർ ജനറൽ ഓഫ് ഇൻഫർമേഷൻ ഓഫ് ഇൻകം ടാക്സസ് മിസ്സിസ് വന്ദന മാധവൻ നായർ? അവള് പറഞ്ഞതങ്ങ് വെള്ളം തൊടാതെ വിഴുങ്ങാനും വിശ്വസിക്കാനും എന്റെ പുന്നാരമോൻ ജഗനും. വന്ദനയുടെ കണ്ണീരൊപ്പിക്കൊടുത്ത് ആശ്വസിപ്പിക്കായിരിക്കും പാവം ജരൻ. പെൺകോന്തൻ. ആരോ വന്നല്ലോ. നമ്മുടെ പാർട്ടിക്കാരാണെന്ന് തോന്നുന്നു. എനിക്കൊരു സ്വീകരണം പറഞ്ഞിരുന്നു കേട്ടോ. അതെ, പാർട്ടിക്കാർ എന്നെ എങ്ങനെ സ്വീകരിക്കുന്നു കണ്ണു തുറന്ന് കാണ് കേട്ടാ. ജഗന്റെ മുമ്പിൽ മാത്രമേ എനിക്കൊരു വിലയില്ലാതെ ഉള്ളൂ. അവരുടെ മുമ്പിൽ എങ്ങനെയാണെന്ന് കണ്ടോ? ആരടി?
ഞങ്ങൾ ഇൻകം ടാക്സ് വിജിലൻസിൽ നിന്നാണ്. ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണർ രതീഷ് കുമാർ. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് സെർച്ച് ചെയ്യണം, നിങ്ങൾ സഹകരിക്കണം. ഇവിടെ എന്തിനാ സർ സഹകരിക്കണം. അവർ പോലീസ് സഹായം ആവശ്യപ്പെട്ടിരിക്കുക. വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ് സർ. ഈ വീട്ടിലുള്ള എല്ലാവരും ഹാളിലേക്ക് വരണം വിത്ത് മൊബൈൽ ഫോൺ. ഇത്രയും പേരേ ഉള്ളൂ ഇവിടെ. എന്റെ ഹസ്ബൻഡ് പുറത്തു പോയിരിക്കോ? ഇത് ഞാൻ മകനാണ്. ഇതോ? ആ ഇത് ഞാനിവിടുത്തെ മരുമകളാ. ഇവിടെ ഒരു റെയ്ഡ് നടക്കാൻ പോവുക, സഹകരിക്കുക. ആ തുണികളെല്ലാം സെറ്റിയിലേക്ക് വെച്ചേക്കാം. ഈ വീട്ടിൽ നിന്നാരും പുറത്തേക്കോ പുറത്തുനിന്നാരും അകത്തേക്കോ വരാൻ പാടില്ല. ഒരു ഫോൺ കോൾ പോലും വിളിക്കാനോ അറ്റൻഡ് ചെയ്യാനോ പാടില്ല. താങ്കൾ വേണം അതൊക്കെ ശ്രദ്ധിക്കാം. ശരി സർ. എല്ലാവരും മൊബൈൽ ഫോൺ ടേബിളിലേക്ക് വെക്കൂ. വെക്കണം സർ. സെർച്ച് എവരിവെയർ. സർ.
കഴിഞ്ഞു. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഇത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമാണ്. അക്കൗണ്ട്സ് എല്ലാം കൃത്യമാണ്. ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളുടെ കണക്കും ഡെപ്പോസിറ്റും ക്യാഷും രേഖകളും ഒക്കെ കൃത്യമാണ്. ആണോ? ആ. താങ്കളുടെ വിലയേറിയ സമയം നഷ്ടപ്പെടുത്തിയതിന് സോറി. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഫോൺ എടുക്കാം. ആ. ഇതിലൊന്ന് സൈൻ ചെയ്യണം. എന്തിന്? ഇതൊരു ഫോർമാലിറ്റിയാ. ആ. ഇപ്പൊ മനസ്സിലായില്ലേ? കുറുപ്പ് സത്യസന്ധനായ രാഷ്ട്രീയക്കാരനാണെന്ന്. അപ്പം ശരി, ഞങ്ങൾ ഇറങ്ങുന്നു. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. ചായ കൊടുക്കരുത്. പൊക്കോളൂ. കുറുപ്പിന്റെ വീട് റെയ്ഡ് ചെയ്തിട്ട് ഒരു കോപ്പും കിട്ടിയില്ലെന്ന് നാളെ നിനക്കൊക്കെ സോഷ്യൽ മീഡിയ വഴി കാണാം. ഇത് കുറുപ്പിന്റെ ഹൈപ്പാടാ. അച്ഛനെന്താ വിശ്വാസം വരുന്നില്ല അല്ലേ? നന്നായിട്ട് വേർക്കുന്നുണ്ടല്ലോ. ഉയർത്തിയിരുന്നു, ഇപ്പോഴല്ല, അവര് പോകുന്നതിന് മുന്നേ. സാമ്പത്തിക ക്രമക്കേട് കാണിച്ച മുൻ MLA കരുണാകരക്കുറുപ്പിന്റെ വീട്ടിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടത്തിയിട്ട് ഒരു തെളിവും കണ്ടെത്തിയില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? കോടികളുടെ സാമ്പത്തിക ക്രമക്കേട് കണ്ടുപിടിക്കാൻ പറ്റാതെ പോയതേ അവരുടെ കഴിവുകേടാ, അല്ലാതെ അച്ഛന്റെ ബുദ്ധിസാമർഥ്യം കൊണ്ടൊന്നുമല്ല. പിന്നെ നിന്റെ ഭാര്യയുടെ ബുദ്ധിസാമർഥ്യം കൊണ്ടാണോ? അല്ല, നിന്റെ പറച്ചിലേട്ടാ അങ്ങനെ തോന്നുമല്ലോ. അല്ല, ഏട്ടത്തി എന്താ ചോദിച്ചത്? എൻ്റെ ഭാര്യയുടെ സാമർത്ഥ്യം കൊണ്ടാണോ അച്ഛൻ രക്ഷപ്പെട്ടത് എന്നല്ലേ? എന്നാ കേട്ടോ, വന്ദന തന്നെയാണ് കരുണാകരക്കുറുപ്പിനെ രക്ഷപ്പെടുത്തിയത്. കരുണാകരക്കുറുപ്പ് അറിയാതെ ഈ വീട്ടിൽ ഒരു റെയ്ഡ് പോയിട്ട് ഒരു ഈച്ച പോലും പറക്കില്ലാന്ന് വീം പഠിച്ചവർക്ക് കേൾക്കണ്ടേ എങ്ങനെയാണ് എന്റെ വന്ദന അവളുടെ ഭർത്താവിന്റെ അച്ഛന്റെ മാനം കാത്തുവന്ന്? എനിക്ക് തോന്നുന്നത് അന്നത്തെ പോലെ ഈ ഫയലെല്ലാം എടുത്ത് കത്തിക്കാനായിരുന്നു അവളുടെ പ്ലാൻ എന്നാ. എങ്കിൽ അവളുടെ മരണമാ. കിട്ടി. ദേ,
ബിനാമി പേരിലാണെന്നാ പറഞ്ഞത്. അവരിങ്ങെത്തി. ഇനി ഈ ഫയലിൽ എന്ത് ചെയ്യും? അതിനൊരു മാർഗമുണ്ട്. ജഗൻ ഹോളിലേക്ക് പൊയ്ക്കും. ഞാൻ അടുക്കള വാതിലൂടെ ഉണക്കാനിട്ട ഡ്രസ്സ് കൊടുത്തോണ്ട് അകത്തേക്ക് വരാം. ആ. വേഗം. ജഗ ഒന്ന് വേഗം വാ. വരുവാ. വാ വാ. മോളെ, നീ ചെയ്തത് ഒരു മരുമകളുടെ കടമ തന്നെയാ. കോടി പുണ്യം കിട്ടും നിനക്ക്. പുണ്യം കിട്ടി. ആ ഫയല് മാറ്റാൻ പോയ സമയത്ത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് കർണക്കുട്ടിക്കാണെന്ന് മാത്രം. വന്ദനില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. മുൻ MLA കരുണാകരക്കുറുപ്പേ ഇപ്പൊ ജയിലിൽ കിടന്നേനെ. പുന്നാര മോൾക്കും മാതൃകാ മരുമകൾക്കും ചോറും പൊതിഞ്ഞു കെട്ടി ജയിലിലേക്ക് പോകാമായിരുന്നു. MLA കരുണാകരക്കുറുപ്പിനെ കാണാൻ. അച്ഛാ, ഇനിയെങ്കിലും നല്ലതിനെ ഒന്ന് തിരിച്ചറിയാൻ പഠിക്കണം. അല്ലെങ്കിൽ ജീവിതം ലോക പരാജയമായി പോകും. ലക്ഷം വരികയല്ലേ, ആരോ കളിച്ചതാ. മറ്റു പാർട്ടിക്കാരൊന്നുമല്ല, എൻ്റെ പാർട്ടിക്കാർ തന്നെയായിരിക്കും. എല്ലാത്തിലും ഇനിയൊരു ശ്രദ്ധ വേണം. എപ്പോഴും സൂക്ഷിക്കേണ്ടത് പുറമേയുള്ള ശത്രുക്കളെയല്ല, വീട്ടിനകത്തുള്ള ശത്രുവിനെയാ. ഇതേ വന്ദനയുടെ ആദ്യ വിജയ. ഇനി അങ്ങോട്ട് വിജയങ്ങളുടെ ദിവസങ്ങളാ. പലർക്കും ഇതങ്ങോട്ട് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല.
നീ എന്തൊക്കെയാണ് ഈ പറയുന്നേ? അത് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഇന്ന് അമ്മയുടെ ഇളയ മരുമകള് അച്ഛനെ രക്ഷപ്പെടുത്തിയില്ലേ? അതെ, അമ്മയുടെ ഈ മോന്റെ വിജയമാണ്. വന്ദനെ, നിന്റെ ബുദ്ധി കൊള്ളാം. അച്ഛനെ രക്ഷിച്ചതിന് നന്ദിയുണ്ട്. ഉണ്ട ചോറിന് നന്ദി കാണിച്ചതാ വിദ്യാർത്ഥി. വന്ദനെ, എനിക്കൊന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മ നിന്നാ കൊള്ളാമെന്നുണ്ട്. ചേടാ, ഉമ്മ വേണ്ടാത്തൊരു പെണ്ണ്. ആ, പതിയെ മതി.